ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഷോപ്പുകാർ, കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ ഷോപ്പുകാരുടെ കാര്യം പറഞ്ഞു. മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഡ്രഗ് ഇവിടെ കുറവായതുകൊണ്ട് ഇത്തരം ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്ന് വരെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നത് കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. എല്ലാവരും അല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജാഗ്രത കാണിക്കണം. ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഇതിനു വേണ്ടി വരും. കാരണം ഇത് വളരെ വ്യാപകമായി കാണുന്ന ഒരു രീതിയാണ്. അതുപോലെ പുതിയ ഇപ്പം അവർ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് ഇപ്പോൾ ഒരു പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് സെൻട്രൽ IB, നമുക്കതിന് കസ്റ്റംസ്, IB, എക്കണോമിക് ഒഫൻസസ് ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാം അവരുടെ പൂർണ്ണമായ സഹകരണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ DRI ഉൾപ്പെടെയുള്ള എല്ലാവരും, റവന്യൂ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൻട്രൽ ഏജൻസീസും നമുക്ക് സഹായം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും പുതിയ അപ്രോച്ച്, പുതിയ രീതിയിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഇനി മുന്നോട്ട് പോകുന്നു. അതിന് തെക്കേന്ത്യ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസ് മേധാവികളും അവരുടെ സഹകരണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉണ്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറഞ്ഞത്. ഇന്ന് തന്നെ ഇപ്പോൾ DRIയും അതോടൊപ്പം ഇന്റലിജൻസും ഒക്കെ പറഞ്ഞത് കേരളത്തിൽ ഡ്രഗിന്റെ വരവ് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കതിന്റെ പ്രധാനപ്പെട്ട ആളുകളെ അതിന്റെ സോഴ്സൊക്കെ കണ്ടെത്തി അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് പറയാത്തതാണ്. ഇല്ല, അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള സർക്കാർ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചിട്ടത്.